സമീർ സി മുഹമ്മദ് കൂടി വിശദാംശങ്ങളുമായി. സമീർ, കോഴിക്കോട്ടും ചിലയിടങ്ങളിലൊക്കെ ഇത്തരം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതായുള്ള വിവരങ്ങളുണ്ട്. പ്രത്യേകിച്ചും വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ലീഗിൻ്റെ കൂടി സ്ട്രോങ് ഹോൾഡാണ്. അതുകൊണ്ടും കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോഴും KC വേണുഗോപാലിനെ പൂർണ്ണമായും പിന്തുണക്കാതെ നിൽക്കുന്നത്. കാരണം അവിടുത്തെ അടിത്തട്ടിലുള്ള വികാരം ഒരു പക്ഷേ കൃത്യമായി മനസ്സിലാക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ആശയക്കുഴപ്പത്തിലൂടെ ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത് കൊണ്ടുകൂടിയാണ് ഈ ഒരു പേരിലേക്ക് എത്താൻ കഴിയാതെ നീളുന്നത്. അപ്പോൾ ഈ പോസ്റ്ററിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങളെ ആ വോട്ടർമാരുടെ അല്ലെങ്കിൽ ആ പ്രവർത്തകരുടെ അണികളുടെ മനസ്സിനെ എങ്ങനെ കാണാം എന്ന് വെച്ചാൽ KC തന്നെ വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അതിൻ്റെ പുറത്തുണ്ടായ നിരാശയുടെ കാരണത്താലായിരിക്കുമോ ഇങ്ങനെ പോസ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ പോസ്റ്ററിലേക്ക് എത്തിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് സമീർ വിലയിരുത്തുന്നത്? സേഫു, 9 ദിവസമായി മാരത്തൺ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നതിലൊരു വ്യക്തതയില്ല. KC വേണുഗോപാലായിരിക്കുമോ, VD സതീശനായിരിക്കുമോ, രമേശ് ചെന്നിത്തലയായിരിക്കുമോ എന്നതിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 2 പേരിലേക്ക് എത്തുന്നു, VD സതീശൻ്റെയും അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെയും. അതിൽ തന്നെ KC വേണുഗോപാലിനോടാണ് ഹൈക്കമാൻഡിലെ പലർക്കും താല്പര്യം. അതുപോലെ തന്നെ MLA മാരുടെ പിന്തുണയും അദ്ദേഹത്തിനാണ്. അത്തരമൊരു സാഹചര്യത്തിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതിൽ വലിയ നീരസം കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്കുണ്ട്, മാത്രമല്ല മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്കുമുണ്ട്. അത് പലപ്പോഴും അവർ പ്രകടമാക്കുകയും ചെയ്തു. പലയിടത്തും ഫ്ലെക്സ് ബോർഡ് വെച്ചുകൊണ്ടും അതുപോലെ നോട്ടീസുകൾ ഇറക്കിക്കൊണ്ടുമൊക്കെ അത്തരത്തിലുള്ള അവരുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കുകയും അതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഒറ്റമൊടുവിൽ നേതാക്കളുടെ ഒരു നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പലയിടങ്ങളിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ നീക്കം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള വിവിധ ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മുക്കം കാരശ്ശേരി ഭാഗത്ത് അവിടെ നമ്മുടെ MP-യുടെ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ താഴ്ഭാഗത്ത് വിവിധ ഇടങ്ങളിലായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രിയങ്ക ഗാന്ധിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും വലിയ രീതിയിലുള്ള ഒരു രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അതിനകത്ത് ഉന്നയിക്കുന്നത്. ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു സന്ദേശം നൽകുന്നുണ്ട്. അതേസമയം തന്നെ അതൊരു ഭീഷണിയല്ല, ഒരു വിഡ്ഢിത്തമായിട്ടുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നുള്ള കാര്യം കൂടി അതിനകത്ത് സൂചിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജയിക്കാനായിക്കൊണ്ട് മാത്രം വയനാട്ടിലേക്ക് വരേണ്ടതില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളെ മടുത്തിരിക്കുന്നു, മതിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ഒരു നടപടിയിലേക്ക് പോകരുത്. KC നിങ്ങളുടെ ആളായിരിക്കാം, KCയോട് നിങ്ങൾക്ക് ആഭിമുഖ്യം ഉണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹം ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ മറിച്ചൊരു ചിന്താഗതി ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തിരിക്കുന്ന നോട്ടീസുകളാണ് അവിടങ്ങളെല്ലാം തന്നെ പതിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വയനാട് മറ്റൊരു അമേഠിയായി മാറും. ഇനി ഇവിടെ നിന്ന് ജയിക്കാമെന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ചിന്തിക്കേണ്ട, അത്തരം ഒരു സ്വപ്നം കാണേണ്ടതില്ല. വലിയ രീതിയിൽ ജനങ്ങൾക്ക് വിമർശനം ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള അകൽച്ച കോൺഗ്രസിനോടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നീക്കമായിട്ട് മുന്നോട്ട് പോകരുത്. ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. അതിനായി ജനങ്ങൾ കാത്തിരിക്കുന്നു എന്ന കാര്യമാണ് ഇതിനകത്ത് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ തീരുമാനം വൈകുന്നതിൽ വലിയ അമർഷമുണ്ട്. അത് പല തരങ്ങളിലായിക്കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട്ടിലും അതുപോലെ തന്നെ കോഴിക്കോട് മുക്കത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ പോസ്റ്റർ പ്രചാരണം എന്നാണ് നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ, പ്രത്യേകിച്ച് അവരുടെ ഓഫീസ് നിലനിൽക്കുന്ന മുക്കം കാരശ്ശേരിയിലൊക്കെ നെക്സ്റ്റ് അമേഠിയാകും എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുക്കാതെ വന്നാൽ വയനാട് മറ്റൊരു അമേഠിയാവും, എല്ലാ തവണയും ജയിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പോസ്റ്ററുകൾ വരുമ്പോൾ സ്വാഭാവികമായും വീണ്ടും വലിയ പ്രയാസത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്.